ദൈവനാമമാത്രമുണ്ടായിരിക്കട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വിടുതലുണ്ടായി. ഞാൻ വല്ലാത്ത രോഗങ്ങളാലാണ് ഇവിടെ വന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യമുണ്ടായി. കാരണം ഞാൻ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. വല്ലാത്ത ഭ്രാന്തിയാണെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും എന്നെ തള്ളി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊരു രോഗവുമില്ലെന്ന് വെളിപ്പെട്ടു. ഈ അച്ഛൻ്റെ പ്രാർത്ഥനയോടെ എനിക്ക് സൗഖ്യമുണ്ടായി. എൻ്റെ ഭർത്താവിന് മദ്യപാനം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ മകളുടെ ഡൽഹിയിലാണ് പ്രസവ സമയമായപ്പോഴേക്കും തുടർന്നും ഈ കുഞ്ഞിനും മനസ്സിനും എല്ലാം വളരെ അസ്വസ്ഥതയായിരുന്നു. അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് അതുപോലെ എല്ലാ ദിവസവും തന്നെ ഇവിടെ വന്നിരുന്ന താരയുടെ മുൻപാൽ സക്രാരിക്കതികൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അമ്മ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ വന്ന പാടെ ഈ മകൾ നേരെ വീട്ടിലേക്ക് പോകാതെ നേരെ ഈ മെരിഭവനത്തിലേക്കാണ് വന്നത്. സംസാരിക്കുകയില്ലായിരുന്നു, അസ്വസ്ഥതയായിരുന്നു. ആകെപ്പാടെ തകർന്ന ഹൃദയത്തോടെ ക്ഷീണിച്ച ഒരു കുഞ്ഞിനോടുകൂടെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വാസം കുഞ്ഞിനെ നന്നായിട്ട് വളർത്തുവാൻ അമ്മയുടെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും എങ്ങനെ അവൾ രോഗിയായി അറിഞ്ഞുകൂടാ. ഒന്നറിയാം, സൃഷ്ടിക്കുന്ന രക്ഷിക്കുന്ന ദൈവം ദിവ്യകാരുണ്യത്തിലുണ്ട്. അതവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ ദൈവം തന്ന കുഞ്ഞിനെ നന്നായിട്ട് വളർത്തുവാൻ കുർബാനയ്ക്കരികിൽ ഒന്നും മിണ്ടുകയില്ലെങ്കിലും അഥവാ വളരെ ക്ഷീണിതയാണെങ്കിലും ഇവിടെ വന്ന് മണിക്കൂറുകൾ ഇരിക്കാൻ ഈ അമ്മയും കുഞ്ഞും തയ്യാറായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിനെയും അമ്മയും അനുഗ്രഹിച്ച ദൈവത്തോട് തുടർന്നും തൻ്റെ പരിശുദ്ധാത്മാനെ നൽകി പരിപാലനയിൽ ആ കുഞ്ഞ് വലിയവളായി വളരട്ടെ. അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റുന്നവളായി മാറട്ടെ. ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നല്ല സഹകരണം ഉണ്ടാകുവാൻ മദ്യപാനത്തിന് ദുരാത്മാവ് ജീവിത പങ്കാളിയിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നും ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസവർഷത്തിൽ ഇനി 18 ദിവസമുള്ളപ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ഈ അമ്മയെയും കുഞ്ഞിനെയും അതുപോലെ സ്നേഹിക്കപ്പെടാതിരിക്കുന്ന സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും ഒന്ന് ദൈവകരങ്ങളിലേക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ ഒന്ന് ശരണപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള അമ്മമാരെയും കുഞ്ഞുങ്ങളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.